സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഈ സാക്ഷര കേരളത്തിലും അവർ അടിമകളായി കഴിയേണ്ടി വരുന്നു എന്നുള്ളത് ദൗർഭാഗ്യകരം തന്നെയാണ്. എന്ന് പറഞ്ഞാൽ തീർത്തും ഭർത്താവിന്റെ അടിമയായി കഴിയുക. ഭാര്യമാരെ കർത്താവിനെന്നതുപോലെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പീൻ. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 22-ാം വാക്യം. ആത്മീയ ലോകം വളരെ ആവശ്യത്തോടെ പ്രസംഗിക്കുന്ന ഒരു വേദഭാഗമാണ്. മരണപ്പെട്ട ഷൈനി എന്ന BSc നഴ്സ് തൻ്റെ ജീവിതത്തിൽ ഈ വേദഭാഗം നന്നായി അവൾ നിവർത്തിച്ചു എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസവും ഞാനൊരു ക്ലിപ്പ് കാണുവാനിടയായിത്തീരുന്നു. ആ ക്ലിപ്പിൽ ഒരു വനിത ഇങ്ങനെ പറയുന്നു, കെട്ടുവാണെങ്കിൽ നേഴ്സിനെ കെട്ടണം. കാരണം പീഡിയാട്രിക്സ് അവൾ പഠിച്ചിരിക്കുന്നത് കൊണ്ട് ഒരു കുഞ്ഞിനെ എങ്ങനെ ടേക്ക് കെയർ ചെയ്യണം എന്നുള്ളത് അവൾക്ക് നന്നായിട്ടറിയാം. ജീരിയാട്രിക്സ് അവൾ പഠിച്ചിരിക്കുന്നത് കൊണ്ട് പ്രായമുള്ളൊരു വ്യക്തിയെ എങ്ങനെ ടേക്ക് കെയർ ചെയ്യണം എന്നുള്ളത് അവൾക്കറിയാം. ചെറുതായിട്ടൊരു കട്ടും വൂണ്ടും ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ പരിചരിക്കണമെന്ന് അവൾക്ക് നന്നായിട്ടറിയാം. മാത്രമല്ല നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്നത് കൊണ്ട് ഉറക്കമിളച്ചിരുന്ന് ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ അവൾക്ക് നന്നായിട്ടറിയാം. ചുരുക്കി പറഞ്ഞ് ഒരു നേഴ്സിന് ഇതെല്ലാം നന്നായിട്ടറിയാം. എന്നാൽ ഷൈനി എന്ന BSc നേഴ്സിന് അറിയാതെ പോയ ഒരേ ഒരു കാര്യം തൻ്റെ പിതാവ് എടുത്തു പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. ഷൈനി അന്ന് എന്താ അച്ഛനോട് പറഞ്ഞത്? അന്ന് അവിടെ സംഭവിച്ചത് എന്താണെന്നാ പറഞ്ഞത്? ഷൈനി എല്ലാം വിളിച്ചു പറഞ്ഞേ. കണ്ട ആൾക്കാർ ഇവിടെ വന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇന്ന് കൂട്ടിക്കൊണ്ട് പോയി. എന്നിട്ട് എന്തെങ്കിലും പറഞ്ഞു? ഷൈനി പ്രതികരണ ശേഷി ഇല്ലാന്നല്ലേ അവൾക്ക് ഏറ്റവും പറ്റിയ കുഴപ്പം. അതാ അവിടെ ജീവിതത്തിൽ അവൾ ഒരു പാവമായിരുന്നു. ആരോടൊന്നും പറയില്ല, എല്ലാം ഉള്ളിൽ ഒതുക്കിയിരിക്കുമായിരുന്നു. അതുകൊണ്ട് ഷൈനി ഒരു പാവമായിരുന്നു. ഷൈനിക്ക് പ്രതികരിക്കാൻ അറിഞ്ഞുകൂടായിരുന്നു. എന്നാൽ ഷൈനി പ്രതികരിച്ചിരുന്നു എങ്കിൽ ഈ സഭയും സമൂഹവും ഒരുപോലെ പറയുമായിരുന്നു, എങ്ങാണ്ട് ധാർഷ്ട്യക്കാരി, എങ്ങാണ്ട് അഹങ്കാരി, എങ്ങാണ്ട് തൻ്റെടി. എന്നാൽ അവൾക്ക് മരണം സംഭവിച്ചപ്പോൾ ഇതേ സഭയും സമൂഹവും അവളെ നോക്കി പറയുന്നു, സ്വന്തം പിതാവും ഏറ്റുപറയുന്നു, അവൾ ഒരു പാവമായിരുന്നു, പ്രതികരിക്കാൻ അവൾക്ക് അറിഞ്ഞുകൂടായിരുന്നു. വചനം അതുപോലെ തന്നെ നിവർത്തിച്ചവൾ കാണിച്ചു. അത് വചനം പറയുന്നത് പോലെ ബലഹീനയായിരുന്ന സ്ത്രീ, കീഴടങ്ങി പാർത്ത ഭാര്യ, മിണ്ടാതെ മൗനമായിരുന്ന ഒരു സ്ത്രീ, മൂർഖന്മാർക്കും മദ്യപാനികൾക്കും കീഴടങ്ങി ജീവിച്ച ഈ സ്ത്രീക്ക് ലഭിച്ചത് ആത്മഹത്യ എന്ന മരണം. ദൈവവചനത്തിൽ മറ്റൊരു ഭാഗത്ത് കൊലോസ്യ അധ്യായം 18-ാം വാക്യത്തിൽ നമ്മിങ്ങനെ വായിക്കുന്നു, ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കർത്താവിൽ ഉചിതമാകും വേണം കീഴടങ്ങിയിരിപ്പീൻ. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ആസ് ഇറ്റ് ഈസ് ഫിറ്റ് ഇൻ ദ ലോർഡ് എന്നാണ് ഇംഗ്ലീഷിൽ അത് നമ്മൾ വായിക്കുവാൻ കഴിയുന്നത്. അധികം ആരും പ്രസംഗിച്ച് കേട്ടിട്ടില്ല. ഒരു കാര്യം ഞാൻ ചോദിച്ചു കൊള്ളട്ടെ, മദ്യപാനം അത് കർത്താവിന് ഉചിതമാണോ? സ്വന്തം ഭാര്യയെ ചേറും ചെളിയുമിട്ട് ചവിട്ടുന്ന പോലെ ചവിട്ടി കൂട്ടി അവളെ ഒരു പരുവമാക്കി പുറത്തിറക്കി വിടുന്നത് അത് കർത്താവിൽ ഉചിതമാണോ? അങ്ങനെ ഭാര്യമാരോട് ചെയ്യുന്ന സകല നികൃഷ്ടമായ പ്രവർത്തികളും അത് കർത്താവിൽ ഉചിതമാണോ? അങ്ങനെയെങ്കിൽ ഉചിതമല്ലാത്തതിനോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കണം? പ്രതികരിച്ചാൽ അതെനിക്ക് തന്നെ നാണക്കേടായി തീരുമല്ലോ, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിന് തന്നെ നാണക്കേടായി തീരുമല്ലോ, അവളൊരു അഹങ്കാരി എന്നുള്ളത് പുറത്തു വരും, അത് ഭർത്താക്കന്മാർക്ക് ഒരിക്കലും ദോഷം ചെയ്യത്തില്ല എന്നുള്ള ചിന്തയാണ് മിക്കവാറും സ്ത്രീകളെ മിണ്ടാതെയാക്കുന്നത്. പിന്നെ പോരാഞ്ഞ് ഇങ്ങനെയുള്ള പ്രസംഗങ്ങളും അവരെ ഒരു ഊമകളാക്കി മാറ്റുന്നു. ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളി ചെന്ന് ഇലയിൽ വീണാലും ദോഷം എപ്പോഴും കേട് എപ്പോഴും സ്ത്രീകൾക്ക് തന്നെയാണ്. എന്നാൽ ദൈവം നമുക്ക് തന്ന ജീവനെ നാം വിലയേറിയതായി കാണുന്നുവെങ്കിൽ ഇനിയുള്ള കാലങ്ങളിൽ അയ്യോ മിണ്ടാതെയിരിക്കരുതേ. നമ്മൾ ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ പെന്തക്കോസ്തുകാർ പ്രത്യേകിച്ചും അതിനെ ഒരുവിധമൊക്കെ കൈകാര്യം ചെയ്തെടുക്കുന്നത് പ്രാർത്ഥനയിലൂടെയാണ്. കുറേയൊക്കെ സഹിക്കാനും പ്രാർത്ഥിച്ചും ആരാധിച്ചും അല്ലെങ്കിൽ വചനം പറഞ്ഞുമൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള ശക്തികളെ ജയിക്കുന്നുണ്ട്. എന്നാൽ എത്രത്തോളം നമ്മൾ അത് സന്തോഷത്തോടെ ചെയ്യുന്നുണ്ട്? ഞങ്ങൾ പെന്തക്കോസ്തുകാരുടെ ഇടയിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളത് പറയാൻ വരട്ടെ. കള്ളുകുടിയില്ല, പെണ്ണുപിടിയില്ല, മറ്റ് നികൃഷ്ടമായി എടുത്തു പറയത്തക്ക രീതിയിൽ യാതൊരു പ്രവൃത്തികളും ഇല്ല എന്നുള്ളത് പറഞ്ഞ് രക്ഷപ്പെടുന്നതിന് മുമ്പ് ഈ കാര്യങ്ങൾ ഒന്ന് കേൾക്കാം. കൗൺസിലിങ്ങിന് വന്ന ഒരു ഫാമിലി, പെൺകുട്ടി എഞ്ചിനീയർ ആണ്, ചെറുക്കനെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല. അവൾ ജോലിക്ക് പോയിട്ട് വന്നാൽ വീടിന്റെ ഫ്രണ്ട് വാതിൽ അകത്ത് കിടക്കുമ്പോൾ വലത് സൈഡിൽ ടെലിവിഷൻ വെച്ചിട്ടുണ്ട്. ആ സ്റ്റാൻഡിന്റെ മുകളിൽ അവൾ മൊബൈൽ വെക്കണം. പിന്നീട് അവൾക്ക് മൊബൈലിൽ സംസാരിക്കാൻ അനുവാദമില്ല. അവൾ പിന്നെ വീട്ടിൽ താമസിക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിറ്റേന്ന് ജോലിക്ക് വേണ്ടി പോകാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ ഫോൺ എടുക്കുക, പോവുക. ഇത്തരത്തിൽ ഒരു ഭ്രാന്തന്റെ കൂടി ജീവിക്കേണ്ടി വരുന്ന ഒരു പെൺകുട്ടിയുടെ അവസ്ഥ നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുന്നുണ്ടോ? ഇത് കേരളത്തിലെ കാര്യമാണ്. അടുത്തൊരു കാര്യം ആ കുട്ടിയുടെ കാര്യം തന്നെയാണ്. അവൾ ജോലിക്ക് പോയിട്ട് വരുമ്പോൾ അവൾക്ക് താല്പര്യം തോന്നി 2 ചെടി മേടിച്ചോണ്ട് വന്നു. ചെറിയ ചെടിച്ചട്ടിയിൽ 2 ചെടി. അപ്പോൾ ഇവൻ ആദ്യം ചെയ്യിപ്പിച്ചത് ആ ചെടി അതിൽ നിന്ന് പറിച്ചെടുത്ത് മാറ്റി വെപ്പിച്ചു. എന്നിട്ട് ആ ചെടിച്ചട്ടിയിലെ മണ്ണ് മുഴുവൻ കളയിപ്പിച്ചു. എന്നിട്ട് അതിനെ വൃത്തിയാക്കി കഴുകി ആ ചെടിച്ചട്ടി കമഴ്ത്തി വെപ്പിച്ചു. എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടിക്ക് കല്യാണം കഴിഞ്ഞ് ചെന്ന വീട്ടിൽ അവരുടെ ഇഷ്ടത്തിന് ഒരു ചെടി വെക്കാൻ അനുവാദമില്ലാതെ ജീവിക്കേണ്ടി വരുന്ന അന്തരീക്ഷം. ആ വാർത്ത കേട്ട് കഴിഞ്ഞപ്പോഴേ ഞാൻ ഇവളോട് പറഞ്ഞു, ഇവന് മാനസിക രോഗമാണ്, ഇവനെ ഒഴിവാക്കുന്നതാണ് നല്ലത്. അന്ന് അവർ കേട്ടില്ലെങ്കിലും പിൽക്കാലത്ത് അവർക്ക് ഡിവോഴ്സിലേക്ക് പോകേണ്ടി വന്നു. പോലീസ് കേസും ഭയങ്കര പ്രശ്നങ്ങളിലേക്ക് പിൽക്കാലം പോകേണ്ടി വന്നു. അടുത്തത് ഞാൻ പറഞ്ഞു, ഈ പെൺകുട്ടിയെ നിങ്ങൾ കാർ വല്ലതൊക്കെ പഠിപ്പിക്കണം. അപ്പോ ആ പെൺകുട്ടി പറയുകയാണ്,
ഭർത്താവ് പറയുന്നത് നിനക്ക് ഈ വണ്ടി ഓടിക്കാനുള്ള യോഗ്യതയില്ല എന്ന് പറഞ്ഞാൽ അയാൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടി മേടിച്ചു കൊടുത്തത് ഈ പെൺകുട്ടിയുടെ അപ്പനാണ്. ആ വണ്ടി അവൾക്ക് ഉപയോഗിക്കാനുള്ള യോഗ്യത ഇല്ലെന്ന് ഒരുത്തൻ പറയണമെങ്കിൽ അവനൊരു സാധാരണ മാനസിക രോഗിയല്ല. പേരൂർക്കടയിൽ എടുക്കണമെങ്കിൽ പിന്നെയും എവിടെയെങ്കിലൊക്കെ പോയി ചികിത്സ കഴിഞ്ഞാലേ എടുക്കത്തുള്ളൂ. കാരണം അത്തരത്തിൽ അവൻ മാനസിക രോഗിയാണ്. ഇമാതിരിയുള്ള മാനസിക രോഗികളുടെ കീഴിൽ ജീവിക്കുന്ന പെൺപിള്ളേരുന്നുണ്ട് കേരളത്തിൽ. അത് വേദനാജനകമാണ്. അതുകൊണ്ട് പെൺകുട്ടികൾക്ക് നിശ്ചയമായും അവർ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ട് ജീവിക്കണം എന്നുള്ളത് നല്ല കാര്യമാണ്. പക്ഷേ അവർ കുടുംബങ്ങളിൽ അസ്വസ്ഥതകൾ അനുഭവിക്കുമ്പോൾ അവകൾ കൃത്യമായി അവർക്ക് അത് അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു ഗവൺമെന്റ് സിസ്റ്റം ഉണ്ടാവണം. മാത്യു സാമുവേലിന്റെ പരാമർശം അനുസരിച്ച് പെന്തക്കോസ്റ്റുകളിൽ ആത്മഹത്യ കുറയുന്നതിന് കാരണം ഇമാതിരി ഉള്ളവർക്ക് ഒരുപാട് ധനസഹായം കൊടുക്കുന്നതാണ്. വളരെ തെറ്റാണ്. പെന്തക്കോസ്റ്റ് സഭകൾ കൊടുക്കുന്നത് ധനസഹായമല്ല. ചെറുതായിട്ട് നിങ്ങൾ ചിലപ്പോൾ ചെയ്തിരിക്കും, അല്ലാതെ ഗൗരവമായ നിലയിലൊരു ധനസഹായവും ആർക്ക് വേണ്ടി ചെയ്താൽ എനിക്ക് ഓർമ്മയില്ല. ഇങ്ങനെ വരുന്നവരെ അവർ ക്രിസ്തുവിൽ ഉറപ്പിക്കുകയാണ് ചെയ്തത്. ക്രിസ്തുവിൽ ഉറപ്പിക്കുമ്പോൾ അവർക്ക് ജീവിതത്തിൽ മുന്നോട്ട് ജീവിക്കുവാനുള്ള എല്ലാവിധ ശക്തിയും കർത്താവിൽ നിന്ന് ലഭ്യമാകും. പിന്നെ ബാക്കി എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള സപ്പോർട്ടുകൾ മാത്രമാണ് അവർ ചെയ്യുന്നത്. ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നു എന്നുള്ളതാണ് വളരെ ഗൗരവമായ കാര്യം. എനിക്കറിയാം, ഇപ്പോൾ 9 വർഷമാകുന്നു ഒരു സിസ്റ്ററെ അവരുടെ ഹസ്ബൻഡ് അവരുടെ മാതാപിതാക്കളുമായി സംസാരിക്കുവാൻ പോലും അനുവദിക്കുന്നില്ല. സ്വന്തം മാതാപിതാക്കളുമായി സംസാരിക്കുവാൻ പോലും അനുവാദമില്ലാതെ ഭർത്താവിന്റെ അടിമത്വത്തിൽ ഒരു സ്ത്രീ കഴിയേണ്ടി വരുന്ന അവസ്ഥ. അത് ആ മാതാപിതാക്കൾക്കെങ്കിലും പോലീസിനെ സമീപിക്കുവാനും അവരുടെ മക്കളുമായി സംസാരിക്കാനും അവർക്ക് അവസരം ഉണ്ടാകണം. അതിന്റെ പേരിൽ പുരുഷന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഉചിതമല്ലാത്ത നടപടികൾ ഉണ്ടായാൽ അവന്മാരെ ജയിലിനകത്ത് ഇടത്തക്കിയ കൃത്യമായ ശിക്ഷിക്കത്തക്ക ശിക്ഷണ നടപടികൾ ഇവിടെ ഉണ്ടാവണം. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാകുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓർത്തു നോക്കി, എനിക്ക് 2 പെൺകുട്ടികളാണ്. വിവാഹം കഴിച്ചുകൊണ്ട് പോകുന്നവൻ മാതാപിതാക്കളെ കാണിക്കില്ലെന്ന് പറഞ്ഞാൽ അതിനോളം ദുരിതം നരകയാതന എവിടെയാണുള്ളത്? അപ്പോൾ അത്തരത്തിൽ പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നത് വഴി അവരുടെ മാതാപിതാക്കൾ പീഡിപ്പിക്കപ്പെടുകയാണ്. ഇവകൾക്കെല്ലാം വളം വെക്കുന്നത് ഒറ്റൊരുത്തന്റെ ദുശാഠ്യമാണ്. അവൻ ശിക്ഷയ്ക്ക് അർഹനാണ്. ഒരുപാട് പേരെ വേദനിപ്പിക്കുന്നവൻ. ഇതെന്താ ഗുണ്ടായുസമാണോ കുടുംബജീവിതം? അപ്പൊ കുടുംബജീവിതത്തിനകത്തെ ഗുണ്ടായുസങ്ങൾ കൃത്യമായ നിലയിൽ ഗവൺമെന്റിന്റെ മുമ്പിൽ ശ്രദ്ധയിൽ വരുവാനും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുവാനും അവർക്ക് കൃത്യമായ നിലയിൽ പരിഹാരം ഉണ്ടാകാനും കഴിയുന്ന സെല്ലുകൾ നമുക്കുണ്ടാകണം. ഇപ്പോൾ ഇവിടെ ആൾക്കാർ പേടിക്കുന്നത്, അയ്യോ ഞാനിന്ന് പറഞ്ഞാൽ പിന്നെ ഇയാളുടെ കൂടെ ജീവിക്കേണ്ടത്. ആ ഭയം മാറണം. അത് മാറത്തക്ക ഒരു നിലപാടുണ്ടാകണം. സ്വന്തം മകൾ ഭർത്താവിന്റെ വീട്ടിൽ ഉപദ്രവിക്കപ്പെടുന്നു എന്നും വേദനിക്കുന്നു എന്നും അറിഞ്ഞിട്ടും അവനോടൊത്ത് ജീവിക്കേണ്ടുന്ന ഒരു നിവർത്തികേട് കാരണം അവർക്കും കംപ്ലൈന്റ് ചെയ്യാൻ പറ്റുന്നില്ല, മാതാപിതാക്കൾക്കും കംപ്ലൈന്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ മനോരോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നത്? ഒരുപക്ഷെ തങ്ങളേക്കാൾ കഴിവുള്ളവരായി സ്ത്രീകൾ മാറുന്നു. ഫിനാൻഷ്യലി അവർ ഇൻഡിപെൻഡൻ്റ് ആകാൻ തുടങ്ങുന്നു. ഏത് മേഖലയിൽ നോക്കിയാലും ഇന്ന് സ്ത്രീകൾ അവരുടെ കാര്യപ്രാപ്തി വെളിപ്പെടുത്തി തുടങ്ങി. ഇതൊക്കെ ഓർത്തിട്ടുള്ള ആദ്യ നിമിത്തമാണോ ഇങ്ങനെ മനോരോഗം ഉണ്ടാകുന്നത് അറിഞ്ഞുകൂടാ. ഒരു ആൺകുട്ടി ജനിച്ച് വീഴുമ്പോൾ തുടങ്ങി അവൻ കേട്ടു തുടങ്ങുന്ന ഒരു കാര്യമാണ്, എടാ നീ ഒരു ആണാണ്, നീ ഒരു പുരുഷനാണ്. ഇവർ സഭകളിൽ ചെല്ലുമ്പോൾ അവിടെ കേൾക്കുന്നതാണ്, പുരുഷന്മാരെ നിങ്ങളാണ് തല. ഇതെല്ലാം കൂടെ കേട്ട് ആകപ്പാടെ തലക്കനം കൂടി ഒരു ഭാര്യയെ ജീവിതത്തിൽ കിട്ടുമ്പോൾ അവളെ അടിമപ്പെടുത്തുവാൻ തുടങ്ങുന്നു. സ്നേഹിക്കുന്നതിന് പകരം ബഹുമാനിക്കുന്നതിന് പകരം അടിമയാക്കി കീഴ്പ്പെടുത്താൻ തുടങ്ങുമ്പോൾ അവിടെയാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. എന്നാൽ നമ്മൾ സ്ത്രീകൾ, നമ്മൾ ഭാര്യമാർ, നമ്മൾ സഹോദരിമാർ ഒന്ന് മനസ്സിലാക്കുക, കർത്താവിൽ ഉചിതമാകും വണ്ണം മാത്രം പുരുഷന്മാരെ സഹിച്ചാൽ മതി. അല്ല എങ്കിൽ ഷൈനെ പോലെ എവിടെയൊക്കെ നമ്മുടെയും ജീവിതം പുകഞ്ഞ് അവസാനിക്കേണ്ടി വരും. ഇനി അവസാനമായി ഒരു ഇൻസിഡന്റ് കൂടെ നിങ്ങളെ കേൾപ്പിക്കാം. അവൻ 4 കല്യാണം കഴിച്ചു. ഓരോന്ന് കഴിക്കും, പതുക്കെ അവരുടെ കാശെല്ലാം കൈക്കലാക്കും, അവരെ പതിയെ അഡ്ജസ്റ്റ് ചെയ്ത് അവൻ ഉപേക്ഷിക്കും. അതിനൊരു കഴിവ് അവനുണ്ട്. അവൻ 4ാമത്തെ കല്യാണം കഴിച്ച് പെൺകുട്ടിയോട് കൂടെ ജീവിക്കുന്ന കാലം ഇവൻ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അങ്ങനെ എന്റെ അടുത്ത് കൗൺസിലിംഗിന് കൊണ്ടുവന്നു. ഞാൻ അവനെ കുറച്ച് ദിവസം എന്റെ പരിധിയിൽ ഞാൻ അവനെ നിർത്തി. ആ കുടുംബം എങ്ങനെയെങ്കിലും ശരിയാക്കി കൊണ്ടുപോകാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി. പക്ഷേ അവൻ വളരെ ബുദ്ധിപൂർവ്വം ആ പെൺകൊച്ചിനെ ചതിച്ചു. എന്ന് പറയാൻ നല്ല കുടുംബത്തിൽ ഒരു പെൺകൊച്ചാണ്. ഈ ചെറുക്കൻ എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ് പോലും ജയിച്ചിട്ടില്ലാത്തവരാണ്. പക്ഷേ അവൻ അവരോട് പറഞ്ഞിരിക്കുന്നത് അവൻ MBA കാരനാണ്. കള്ളത്തരം പറഞ്ഞൊപ്പിക്കാൻ വളരെ മികവുള്ള ഒരു ചെറുക്കൻ. 4ാമത്തെ കെട്ട് അവൻ സുന്ദരമായി കെട്ടുക. ഓർക്കണം, കയറി കിടക്കാൻ അവനൊരു വീടില്ല, സ്വന്തമായിട്ടൊരു അഡ്രസ് ഇല്ല, അപ്പനില്ല, അമ്മയില്ല, മറ്റാരും തന്നെ ഇല്ല. സംസാരിക്കാൻ തുടങ്ങിയാൽ പിണറായി അവന്റെ അളിയനാണെന്ന് പറയും, ഉമ്മൻചാണ്ടി അവന്റെ ഉപ്പാപ്പനാണെന്ന് പറയും, നരേന്ദ്രമോദി ഒരുമിച്ച് പഠിച്ചതാണെന്ന് പറയും, വ്ളാഡിമിർ പുടിൻ ഡെയിലി വിളിക്കാറുണ്ടെന്ന് പറയും. ഇതെല്ലാം പറഞ്ഞ് നിൽക്കാൻ കഴിവുള്ള ഒരു സുന്ദരൻ കള്ളൻ. ആകെ അവന്റെ ജോലി 2-3 കൊല്ലം തിരുവനന്തപുരത്ത് ഓട്ടോറിക്ഷ ഓടിച്ചിട്ടുണ്ട്. വണ്ടി കയറിയിട്ടുള്ള ആൾക്കാരെ പരിചയമുണ്ട്. യാത്ര ചെയ്ത ഇടങ്ങളിൽ കുറെ ആൾക്കാരെ പരിചയമുണ്ട്. തട്ടിപ്പ് നടത്താൻ വളരെ കൃത്യമായ കഴിവുണ്ട്. അപ്പൊ ഈ പെങ്കൊച്ചിനെ കെട്ടിയിട്ട് ആ പെങ്കൊച്ചിന്റെ 15-20 പവൻ ഗോൾഡ് അവൻ മുക്കി കളഞ്ഞു. അതിനെ പതിയെ അവൻ അകത്താക്കിയിട്ട് ഈ പെൺകുട്ടിയുടെ പേരിൽ തന്നെ അവൻ അത് കൊണ്ടുവച്ചു. അപ്പൊ സ്വാഭാവികമായും ഇവന്റെ യാതൊരു തെളിവുകളും അതിനകത്തില്ല. അങ്ങനെ ഇവൻ അവരുടെ ഗോൾഡ് എല്ലാം കൈക്കലാക്കി. കാശ് മുഴുവൻ ബാങ്ക് ത്രൂ കൊടുക്കാതെ കുറേശ്ശെയായി കൈക്കലാക്കി. വീട്ടിൽ താമസിക്കാൻ വരുന്നതിന് മുമ്പ് തന്നെ
ഫർണിച്ചർ മേടിക്കാനെന്നൊക്കെ പറഞ്ഞ് ഇവരുടെ കയ്യിൽ നിന്ന് ബാങ്കിൽ നിന്ന് 2-3 ലക്ഷം വാങ്ങിച്ചെടുത്തു. എന്നിട്ട് വാങ്ങിച്ചെടുത്ത ശേഷം ആ പൈസ കൊടുത്ത് സാധനം മേടിക്കുമ്പോഴെല്ലാം ഇവന്റെ പേരിൽ ബില്ല് ചെയ്യും. അപ്പോ എന്നോട് പറഞ്ഞ ഒരു കേസ് വന്നാൽ സാധനങ്ങളെല്ലാം എന്റെ പേരിലാണ് ബില്ല്. അപ്പൊ കോടതി ചെന്നാൽ ഇവനെ ജയിക്കത്തുള്ളൂ, മറ്റാർക്കും ജയിക്കാനില്ല. പൈസ മുഴുവൻ കൊടുത്ത ആ കൊച്ചാണ്, ബില്ലെല്ലാം ഇവന്റെ പേരിലാണ് മേടിച്ചിരിക്കുന്നത്. ഇതുപോലെ ആ കൊച്ചിനെ പൂർണ്ണമായി നശിപ്പിച്ച ശേഷം അടുത്ത ഓൺലൈനിൽ ഇരുന്നുണ്ട്. അപ്പോൾ തന്നെ മാട്രിമോണിയൽ സൈറ്റിൽ അവന്റെ പേരെല്ലാം അങ്ങനെ ഇട്ടിട്ടുണ്ട്. അടുത്ത ഇരയെ പിടിക്കുകയാണ് ജോലി. പിന്നീട് കൃത്യമായി വീട്ടിൽ ചെല്ലത്തില്ല, റൂമിൽ കയറത്തില്ല, ഭാര്യയോട് സംസാരിക്കത്തില്ല. അങ്ങനെ അവളെ മെന്റലി ഹരാസ് ചെയ്ത് എങ്ങനെയെങ്കിലും അവൾ ഇട്ടിട്ട് പോകുന്ന തരത്തിലേക്ക് കൊണ്ടെത്തിക്കുക. ഇതാണ് ഇതിനകത്തുള്ള ടെക്നിക്ക്. അപ്പൊ ഞാൻ കുറെ ദിവസം കൊണ്ടു നടന്നു നോക്കി, ശരിയാകുമെന്ന്. ശരിയായില്ലെന്ന് മാത്രമല്ല, എന്റെ കൂടെ നടന്ന ആൾക്കാരിൽ നിന്ന് സാമ്പത്തികം കൈക്കലാക്കുകയും ചെയ്തു. അപ്പോൾ ഇമാതിരിയുള്ള കള്ളന്മാരുണ്ട്. ഞാൻ അവരുടെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പിന്നീട് തരാം. ഇമാതിരിയുള്ള വ്യാജന്മാരുണ്ട്. വളരെ ഡീസന്റ്. അതാ പറഞ്ഞേ, 4 കെട്ടിയതിനു ശേഷം ഒരു ഉളുമ്പുമില്ലാതെ രാത്രിയിൽ പോലീസുകാരുടെ സഹായത്തോടെ വീട് കുത്തിപ്പൊളിച്ച് അതിനകത്ത് കയറി കുറെ സാധനങ്ങൾ അവന്റെതും അവളുടെതും വാരി അവൻ പതുക്കെ വീട് വിട്ടു. പൈസയാണ് ഇവന്റെ നോട്ട്. കുനിയത്തില്ല, നൂരത്തില്ല. കയ്യിലിരിക്കുന്ന മൊബൈലുകളെല്ലാം 1.5 ലക്ഷം വിലയുള്ളത്. ഉപയോഗിക്കുന്ന എല്ലാ സാധനവും ബ്രാൻഡഡ് ആണ്. സ്പ്രേ ഉപയോഗിക്കുന്നത് 25,000 രൂപയുടേതാണ്. ജോലി എന്ന് പറയുന്നത് ഇതാണ്.